hold me close. Let me dead in my eyes, till the day that I die. I just wanna feel alive. With you, I'm alive. Fell in love, but it left me lonely. Tried to trust, but it burned me slowly. I didn't know what I was looking for till I found her. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അവരുടെ വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അതിൽ. പെട്ടെന്ന് വലുതായതാ പെണ്ണിട്ടായി പിന്നെ പാച്ചു കണ്ടുപിടിച്ച കുട്ടി റൈഹാന് അതേ വൈബിള് കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ പുതിയൊരാൾ വരുമ്പം എന്ത് ഫീലിംഗ് ആണുള്ളത് എന്ന് ചോദിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആൾ വരാനായിട്ട് തോന്നിയിട്ടേ ഇല്ല. റൈഹാന നമ്മളെ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവള് ഞങ്ങൾ കുറേ കാലമായിട്ട് ഞങ്ങൾ പെൺകുട്ടീനെ ആഗ്രഹിച്ചതാണ്. तेरे दिल दा हाल बन के राजान दे तेरी अखियां दा नूर बन के. ഇപ്പോൾ നോക്കിയേ പാച്ചയുടെ നിക്കാഹാണ് നടക്കുന്നത്. പാച്ചയൊക്കെ നമ്മളെ കൂടെ LKGക്ക് കയ്യും പിടിച്ച് വന്നിരുന്ന ആ ഒരു സമയം ആലോചിച്ച് നോക്കി. ആ ചെക്ക് ഷർട്ടും ബ്ലൂ ട്രൗസറൊക്കെ ഇട്ടിങ്ങനെ അല്ലേ ഓരോ കുട്ടികൾ എനിക്കിങ്ങനെ ആ ഒരു രംഗാണ് ഓർമ്മ വരും. നല്ല തടിച്ച് നല്ല പിള്ളാസായിട്ട് ഇങ്ങനെ ഓരോ ബേക്കലിങ്ങനെ നടക്കുന്ന കുട്ടികളെ മുന്നിൽ നടക്കുന്ന കുട്ടികളെ ഇങ്ങനെ കാലിനൊക്കെ തോണ്ടും. ബേക്കലിക്കുന്നത് ഒക്കെ പ്രശ്നക്കാരൻ ഓട്ടോൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി ഇങ്ങനെ അവനാണ് रोशन तुझी से मेरा जहां है तू लाखों दियों सा जल रहा शाम रंगोली सी रातें तारों वाली ऐसा इश्क हुआ है जैसे आई दिवाली बातें फूलों जैसी दिल पे इश्क की लाली ऐसा इश्क हुआ है जैसे आई दिवाली. ഏറ്റവും കുറുമ്പനായിട്ടുള്ള ആള് ആദ്യത്തെ കുട്ടിയായതുകൊണ്ടായിരിക്കാം പാച്ചു വരുന്നത്. എനിക്ക് പേരക്കുട്ടികൾ 10 പേരുണ്ട്. അതിൽ എൻ്റെ തല്ല് കൊണ്ടിട്ടുള്ള ആകെ ഒരു പേരക്കുട്ടിയാണ് പാച്ചു. നല്ല വികൃതിയായിരുന്നു ചെറുപ്പത്തിൽ. ഓടിച്ചിട്ട് തല്ലു എന്നൊക്കെ ചെറുതിലെ. വലിയതായപ്പോൾ എനിക്ക് പുറത്ത് വേദന വന്നപ്പോൾ കുറേ മരുന്നുകൾ വരട്ടിയാൻ ഒരു കുറവുണ്ടായില്ല. ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് മരുന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോൾ ആൾ മരുന്ന് എഴുതി തന്ന് 2 ദിവസം കൊണ്ട് വേദന മാറി. നല്ല സ്നേഹമാണ്. ഇപ്പം എന്ത് ഇഷ്ടമാണെന്നറിയാം. എൻ്റെ കൂടെ എപ്പോഴും സ്കൂളിലേക്ക് വരുമായിരുന്നു. സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെരുപ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയും. ഇപ്പം രാവിലെ തിരക്കിട്ട് പോകാനിരിക്കും സ്കൂട്ടറിന്. അപ്പം സ്കൂട്ടറിൻ്റെ കീ കാണൂല. അപ്പം പ്രതി പാച്ചു ആയിരിക്കും. അപ്പോൾ പാച്ചു കീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പം അതൊരു മൈൻഡ് ചെയ്യില്ല. പിന്നെ അവൻ തന്നെ കുഴിച്ചിട്ട സ്ഥലം മാന്തി കീ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു.
ഈ ദുബായ് മെട്രോ തുടങ്ങിയ സമയത്ത് ചാടി മെട്രോയുടെ ഉള്ളിൽ കയറി മെട്രോ അതിലടിച്ച് ട്രെയിൻ പുറപ്പെട്ടു, ഇവരൊക്കെ പുറത്തും. അപ്പോൾ അത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ആദ്യത്തെ ദിവസമാണ്, ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞൂടെ ഇനി എന്തെങ്കിലും ഒരാൾ മിസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞൂടെ. എൻ്റെ ബ്രദറാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ തന്നെ ഓടി കിടന്നിട്ട് എല്ലാവരും അടുത്ത സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവന് ഇതിനെ പറ്റിയിട്ട് യാതൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല. ചെന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേഷനിലോട്ട് വേറെ ആൾക്കാർ ചെന്നപ്പോഴേക്കും അവനവിടെ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ചാടിക്കാറുന്ന ഒരു സ്വഭാവമായിരുന്നു അവന്. ഇപ്പോൾ വികൃതിയുടെ ആധിക്യം കൊണ്ട് പലപ്പോഴും എനിക്ക് അവനെ കെട്ടിടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവൻ വളർന്നു വന്നപ്പോൾ നല്ല ഒരു തീറ്റപ്രിയനായി മാറിയതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവൻ കണ്ടെത്തിയിട്ടുള്ള കുട്ടിയും അവനെക്കാട്ടും നല്ല തീറ്റപ്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം വന്നു കഴിഞ്ഞാലും അവനത് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഈ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ അവൻ ഇവിടെ ഉമ്മയുടെ ഭക്ഷണത്തിന് വേണ്ടി വരും, മീൻ കറി കഴിക്കാൻ. ഇപ്പോൾ കുറച്ച് നാളായിട്ടിപ്പോൾ കൂടെ റൈഹാനയും കൂടെ കയറി വരാറുണ്ട്. പാച്ചുവിൻ്റെ വാപ്പമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയി വരണമെങ്കിലും വാപ്പമ്മക്ക് ബർഗറോ ചിക്കനിൽ നിന്ന് ചിക്കനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. അവനക്കറിയാം വാപ്പമ്മക്ക് അത് ഇഷ്ടമാണെന്നുള്ളത്. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാതെ അവൻ വീട്ടിൽ വരാറില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു കൺമണിയായിട്ട് വളർന്നൊരു കുട്ടിയാണ് പാച്ചു. അതെ, ഒരു സ്വീറ്റ് ബോയ് എന്ന് വേണമെങ്കിൽ പറയാം. അവൻ പറഞ്ഞ് പറയിപ്പിച്ചൊന്നുമല്ല, പറയാം. അതെ അതെ അതെ. എന്നോട് കുറച്ചേരം മുമ്പൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൻ നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട, ഞങ്ങളെല്ലാം പാച്ചുവാണ്. പിന്നെ എല്ലാവരും കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനുണ്ട്. അന്നും നല്ല ജോവിയലായിട്ട് നല്ല ചൈൽഡിഷായി ഓടി നടന്ന് ഉള്ള ഒരു കുട്ടിയാണ് പാച്ചു. അവൻ നല്ല ടാലൻറ്റഡ് ആണ്. അവൻ പിയാനോ വായിക്കും, ഡാൻസ്, പാട്ട് ഒന്നും അവനറിയാത്തത്, അവൻ ട്രൈ ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. ഒരു ക്യാപ്റ്റനാണ് അവൻ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ ക്യാപ്റ്റൻ പാച്ചുമായിരിക്കും. സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും ഒരു ഫുഡാണെങ്കിലും. അപ്പോൾ ഒരു സിംഗിൾ എഞ്ചിനായിട്ടാണ് അവൻ ഓടിയിരുന്നത്. ഇപ്പോൾ ഇനി അവൻ്റെ ഒപ്പം കൂടാനുള്ളത് റൈഹാനയാണ്, അത് മറ്റൊരു പാച്ചുവാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഓട്ടം ഡബിൾ എഞ്ചിനിലാണ്. ചോദിക്കും, ഉപ്പ വീട്ടിൽ വണ്ടി മാറ്റാറായില്ലേന്ന്. ഉപ്പ തമാശക്ക് ഇങ്ങനെ പറയും, എന്ത് പാച്ചുയുടെ കല്യാണം ആയിട്ട് നമുക്ക് മാറ്റിയാലോ. പക്ഷേ ഇത് ഇത്ര വേഗമാവുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. പാച്ചു കോളേജിൽ ഇങ്ങനത്തെ ഭയങ്കര റൊമാൻറ്റിക് ബോയ് എന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത്. പിന്നെ ആളൊരു ചൊറിയനാണ്, എന്നാലും സ്നേഹമുള്ളവനാണ്. കോളേജിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചാലും എല്ലാത്തിനും പാച്ചുവാണ്. റെയ്ഹാൻ താൻ്റെ ഒക്കെ വീട്ടിലിറങ്ങാട്ട് മുമ്പേ എനിക്കും കൊച്ചുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ കോൾസ് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ കോൾസും. പിന്നെ റെയ്ഹാൻ താൻ്റെ പേര് ഇക്കാച്ചുവിൻ്റെ ഫോണിൽ വേറൊരു രീതിക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ റെയ്ഹാനായാലും ഞങ്ങൾക്കിപ്പോൾ കുറച്ച് നാളായിട്ട് അറിയാം റെയ്ഹാനെ. അപ്പോൾ വളരെ സ്വീറ്റ് ഗേളാണ്. രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. വിഷിംഗ് ദം എ ഹാപ്പി മാരീഡ് ലൈഫ്. വീട്ടിലിത് പിടിക്കണാത്ത മുമ്പ് ഇവര് ബാച്ചൊക്കെ പോയിട്ട് പാണ്ടിക്കാട് വന്നിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു ഇതായിരുന്നു റെയ്ഹാന. പക്ഷെ ഇവര് ഒടുക്കത്തെ അഭിനയം, ഭയങ്കര എന്താ പറയാ, തീരെ പരിചയമില്ലാന്ന് കാണിക്കണമായിരിക്കായിരുന്നു അഭിനയം. അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം കുറേ ബാച്ച്മേറ്റ്സ്, കുറേ ഇവരെ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേരുണ്ട്. അപ്പോൾ ഞാനും കൊച്ചു നോക്കുമ്പോണ്ട് ഇക്കാച്ചു രക്ഷത്ത് റെയ്ഹാൻ്റെ രക്ഷത്ത് സംസാരിക്കണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് കുറച്ചാൾ കഴിഞ്ഞിട്ട് റെയ്ഹാനെയും ഇക്കാച്ചുവിനൊക്കെ വീട്ടിൽ പിടിച്ചതും ഒക്കെ ഞങ്ങളെ അറിഞ്ഞ്. ഞങ്ങളൊരു ബാച്ച് മീറ്റിംഗ്, ഞങ്ങൾ ഡോക്ടർമാരുടെ ഒരു ബാച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടെ പഠിച്ചിരുന്നവരുടെ ബാച്ച് മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പാച്ചുവിൻ്റെ അധ്യാപകനാണ്. അവനാണ് എന്നോട് ഇങ്ങനെ സൂചന തന്നത്. സൂചന തന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എന്നോട് ചോദിച്ചു ഇങ്ങനെയുള്ള റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വേഗം സമ്മതിച്ചു.
അത് കുഞ്ഞുവാണ് പറഞ്ഞത്, ഈ പാച്ചുവിനൊന്ന് സൂക്ഷിക്കണം, അവനൊരു ചെറിയ കോഴിയാണ്. അപ്പം ഇവര് ഒന്നിച്ചാണ് കിടക്കാറ്. അപ്പൊ എന്റെ ചാറ്റിംഗ് ഒക്കെ ഇയാള് മെല്ലെ കാണുന്നുണ്ട്. അവൻ സെക്കൻഡ് ഇയറിലായപ്പോ ഞാൻ കണ്ടാണ് അവന് ഒരു പെണ്ണിനൂടെ ചാറ്റ് ചെയ്യണം. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. എപ്പോഴും റെയ്ഹാന എന്ന് കളിയാക്കായിരുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയരുതട്ട്, അവര് നല്ല ഫ്രണ്ട്സ് ആണ്, നീ എന്തെങ്ങനെയൊക്കെ പറയണെന്ന് പറയും. അപ്പൊ പറയുമ്പോ അമ്മ നോക്കിക്കോ എന്ന് പറയും. അമ്മ പറഞ്ഞ അവർ വെറും ഫ്രണ്ട്സാ. ഇപ്പൊ എന്തായി, കല്യാണം കഴിഞ്ഞ് റിസപ്ഷനിലെത്തി. ഒരു ദിവസം ചെയ്യാതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ പാച്ചുവിന് കുട്ടീനോട് ഇഷ്ടമാണ്. പണ്ടത്തെ സാധാരണ കൺവെൻഷണൽ രീതിയിലുള്ള കല്യാണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടുകാരെ ആലോചിക്കുന്നു, ബന്ധപരിചയമായിട്ട് ഇവർ പോയി പരിചയപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അവരേതെങ്കിലും ഇതിൽ കണ്ടുപിടിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നല്ല കുട്ടിയാണ്, അവന് പറ്റിയ കുട്ടി തന്നെയാണ്. അവൻ സെലക്ട് ചെയ്തല്ലേ, നമ്മൾ പിന്നെ പെണ്ണിനെ അന്വേഷിച്ച് നടക്കൊന്നും വേണ്ടല്ല. അപ്പം ഞങ്ങളെല്ലാവരും അതിനെ സമ്മതിച്ച് നമുക്ക് പറ്റിയ കുട്ടി തന്നെയാണ്. അത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പാച്ചു ഭയങ്കര സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ച് അവൾ നല്ലോണം അവളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊണ്ടുനടക്കാനാണ് എപ്പോഴും നോക്കണം ഞാൻ കണ്ടിട്ടുള്ളതിൽ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നല്ലൊരു ഐഡിയൽ കപ്പിളായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിൽ ആഗ്രഹിക്കണം, പ്രതീക്ഷിക്കേണ്ടത്, പ്രാർത്ഥിക്കണത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. അത് ഒരുപാട് ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന്. അപ്പോൾ അത് ഏറ്റവും മംഗളകരമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം വേണം.